ജിൻഡോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. നമ്മുടെ റസ്മിൻ ബായി പവർ റൂമിൽ കിടക്കുന്നില്ല. റസ്മിൻ ബായിയും നോറയും ജാസ്മിനും കൂടി ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. നോറയുടെ ഒപ്പം കിടന്നിട്ടുണ്ട്. പുതപ്പിട്ട് കിടന്നുറങ്ങിയിട്ട് ഇവർ ഡിസ്കസ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റസ്മിൻ ബായിക്ക് എന്തോ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് പോയതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് പോയേക്കണേന്ന് അറിയാൻ പാടില്ല എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ശ്രീധുവിൻ്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഇന്നലെ. നീ തിരിഞ്ഞു കിടന്നു, ലൈക്ക് ഇവരവിടെ പുറത്ത് ആ ഗ്രാസിൻ്റെ അവിടെ ഇങ്ങനെ കിടന്നിട്ട് പറയാണ്, തിരിഞ്ഞു കിടന്നു, ഇങ്ങനെ മുഖത്തേക്ക് നോക്കണ്ട, ഫോർ യുവർ സേഫ്റ്റി, ശ്രീധുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു. ഓഫ് കോഴ്സ് ഒരാൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്ന് പറയുമ്പം നമുക്കൊന്നും തോന്നുന്നില്ലേ ഇതിപ്പോൾ എന്തിനാണ് അങ്ങനെ സംസാരിച്ചാലും അടുത്തുനിന്നാലേക്ക് എന്താണ് വിഷയം, ലൈക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്താണോ എന്ന് ചോദിക്കുമ്പോഴാണ് റസ്മിൻ ബായി ആ നഗ്ന സത്യം അവിടെ വെളിപ്പെടുത്തുന്നത്. ശ്രീധു ഒക്കെ ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ആക്ച്വലി ഇത് നമ്മുടെ ജിൻഡോ പറഞ്ഞപ്പോഴും ഇതിനു മുമ്പ് നോറയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മോർണിംഗ് സീക്വൻസിലും ഈവൻ നമ്മളടക്കം സംസാരിച്ച ഒരു കേസാണ് ലെസ്ബിയൻ ആണോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് നമ്മൾ സംസാരിച്ച ഒരു കാര്യമാണ്. ഞാനിതൊരു കുറ്റപ്പെടുത്തി പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ ഇഷ്ടമാണ് ഓരോരുത്തരുടെ, ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും. ഇതൊന്നും ഒരു പോയിന്റ് ചെയ്യുന്ന സംഭവങ്ങളോ അയ്യേ അങ്ങനെ പറയാം അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ അവരുടെ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്കും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ശ്രീധു പെട്ടെന്ന് ഓഫ് കോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ക്രഷ് ഓൺ യു എന്ന് പറയുമ്പം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും കൂടി, അതായത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലും കൂടി ഇങ്ങനത്തെ ഒരു അടഞ്ഞ ഫോണില്ല ഒന്നുമില്ലാതെ മെൻ്റലി അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീക്കും. ഈവൻ എനിക്കും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ. സോ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. അപ്പോൾ ഇവള് ശ്രീധു ചോദിക്കാൻ പോകുമ്പോഴേക്കും നോറ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്നും ഇനി കൂടുതൽ ചോദിക്കാൻ നിൽക്കണ്ട, എനിക്കത് പറയാനും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരം വന്നിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ അർജുനും ശ്രീധു കോംബോ ആണല്ലോ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ലാലേട്ടനടക്കം ഇൻഡയറക്ട്ലി കളിയാക്കൊക്കെ ചെയ്തു. ഇവരുടെ ഈ കോൺവെർസേഷൻ്റെ ഇടയിലാണ് അർജുൻ പെട്ടെന്ന് കയറി വരിക, ആ കോൺവെർസേഷൻ അവിടെ ബ്രേക്ക് ആവുകയും പോയത്. ഇനി ശ്രീധുവിന് ഉള്ള പോലെ ഇപ്പോൾ ലെസ്ബിയൻ ആണോ അറിയോ ലെസ്ബിയൻ എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചാൽ ഇത്രയും ക്യാമറാസും ഇത്രയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് മറുപടി കൊടുക്കുന്നില്ല കൺഫ്യൂഷനിലാണോ റസ്മിൻ ബായ്. ഓൾറെഡി ഐ ഹാവ് എ ക്രഷ് ഓൺ യു എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, കത്തുമല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് അർജുൻ വന്നുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക് കണ്ടിന്യൂഷൻ കിട്ടിയില്ല. അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ എന്താണോ കോൺവെർസേഷൻ പോയെന്നുള്ള രീതിയിൽ വാച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ടു ബി ഫ്രാങ്ക് കൺക്ലൂഷൻ എത്തുള്ളതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പോൾ ക്രഷ് തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല. അത് തുറന്ന് ഈവൻ ഇതിൽ പറഞ്ഞല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഉള്ളിൽ വെച്ചിട്ട് ഒരു വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ആളുകൾക്ക് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടായിട്ട് കാണിച്ചു വെക്കുന്ന പ്രവർത്തികൾ കാരണം പല ബന്ധങ്ങൾ വേഴ്സ് ആവാനും ഇല്ലാതെ പോകാനും ഒക്കെ. ആൻഡ് ശ്രീധു ഓൾസോ അത് നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു. അത് വേറെ ഇപ്പോൾ ജാസ്മിനോടോ വേറെ ആരോടെങ്കിലാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല രീതിയിൽ. ചേച്ചിയോടൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവരതൊക്കെ എടുത്ത് ഇപ്പം തന്നെ അവർ പുറത്തിറങ്ങിയിട്ട് പറയുന്ന പക്വതയില്ലാത്ത കുട്ടികളുടെ കൂടെ കളിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് പക്വതയില്ല ചേച്ചി പുറത്തും പക്വതയില്ലാത്ത പിള്ളേരകത്തും, അത് വേറൊരു ബ്യൂട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടിയില്ല. കാരണം അർജുൻ എൻ്റെ ഇടയിലോട്ട് എൻട്രി വന്നുകൊണ്ട് കാരണം ആ കോൺവെർസേഷനോടെ ബ്ലോക്ക് ആയി ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ക്രഷ് തോന്നിയാലും അതൊക്കെ ഒരു തെറ്റാണോ? അതൊന്നും ഒരു തെറ്റല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡം അല്ല. നിങ്ങൾ ഈ സംഭവത്തിന് എങ്ങനെ കാണുന്നു എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.